രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലാണ് പര്യടനം തുടരുന്നത്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ദർശനം നടത്തുകയും ചെയ്യും. രാകേഷ് വീണ്ടും ചേരുന്നുണ്ട്. രാകേഷ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായ് യാത്രയിൽ കുറച്ചുകൂടി കരുതലൊക്കെ ഉണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ന് തോന്നുന്നു. ഒപ്പം ഈ ക്ഷേത്ര ദർശനം അതും ചർച്ചയായി മാറുമല്ലോ. ഇതിനു മുമ്പ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. ഹിന്ദുത്വ അജണ്ട എന്നത് BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ മൃദു ഹിന്ദുത്വ അജണ്ടയാണ് കോൺഗ്രസിനെ എന്ന വിമർശനം ഉയരുന്നു. പക്ഷേ അപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്. അഭിലാഷ്, ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് 52ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ ഏതായാലും വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് യാത്ര ഇപ്പോൾ മധ്യപ്രദേശിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഏതായാലും 8:30-ക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പദയാത്രയാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ക്ഷേത്ര ദർശനം 2 മണിക്കാണ്. ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് 2 മണിക്കാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ മൃദു ഹിന്ദുത്വം, പ്രത്യേകിച്ച് കേരളത്തിലടക്കം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ CPM ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയാണ്. പക്ഷേ അതിനൊന്നും ഒരു മാറ്റവുമില്ല. അതിപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരുന്നു, വിവിധ മഠങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. മാത്രവുമല്ല, ഈ യാത്രയുടെ ഭാഗമായി തന്നെ അസമിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ രാഹുൽ ഗാന്ധി ദർശനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൽ വിവരങ്ങൾ നൽകാൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ നൽകണമെന്ന് നേരത്തെ സുപ്രീം കോടതി SBIക്ക് ഉത്തരവിട്ടിരുന്നു. അതിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ്. പക്ഷേ SBI ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതായത് കാലാവധി നീട്ടി നൽകണം എന്നൊരു ആവശ്യമാണ്. ജൂൺ മാസത്തിൽ 30 വരെ ഒരു സാവകാശമാണ് സ്വാഭാവികമായും SBI ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജൂൺ 30 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൊരു തീയതിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നു എന്ന വിമർശനമാണ് സ്വാഭാവികമായി ഉയരുക. ഏതായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും യാത്ര മധ്യപ്രദേശിൽ തുടരുകയാണ്. യാത്ര മധ്യപ്രദേശിലൂടെ തുടരുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ സജീവമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ തിരക്കിലാണ് പ്രധാനമന്ത്രി. അടുത്ത 10 ദിവസത്തിനിടെ 12 സംസ്ഥാനങ്ങളിൽ ആണ് നരേന്ദ്രമോദി സന്ദർശനം നടത്താൻ പോകുന്നത്. ഇതിനിടയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. റോഡ്, റെയിൽ, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിങ്ങനെ വിവിധ മേഖലകളിലെ പദ്ധതികളാണ് സംഗറെഡ്ഡിയിൽ ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്ന് ഒഡീഷയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 19,600 കോടി രൂപയുടെ പദ്ധതികൾ ആണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തറക്കല്ലിടിയിൽ ചടങ്ങും നടക്കും. ഉച്ചയോടെ ചന്ദിഖോലിയിൽ പ്രത്യേക വിമാനത്തിൽ ആണ് പ്രധാനമന്ത്രി എത്തുക. പിന്നീട് പാരദ്വീപിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മോണോ എത്തിലിൻ ഗ്ലൈക്കോൾ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. രദീപിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഹാൽദിയിലേക്കുള്ള 344 കിലോമീറ്റർ നീളമുള്ള ഉൽപ്പന്ന പൈപ്പ് ലൈനിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. പാരദ്വീപിൽ പ്രതിവർഷം 0.6 ദശലക്ഷം മെട്രിക് ടൺ LPG ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതിയുടെ ആരംഭവും കുറിക്കും. NH-49ന്റെ ബിൻജാബഹാൽ മുതൽ തിലേബാനി വരെയുള്ള 4-വരിപ്പാതയും NH-18ന്റെ ബാലസോർ ജാർപോഖാരിയ സെക്ഷനിലെ 4-വരിപ്പാതയും NH-16ന്റെ ടാങ്കി ഭുവനേശ്വർ സെക്ഷനിലെ 4-വരിപ്പാതയും നാടിന് സമർപ്പിക്കും. ഇത്തരത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ പദ്ധതികൾ ഒന്നും പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച ഉദ്ഘാടനങ്ങളിൽ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്.